നമുക്ക് ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. കൂണ്, മഴത്തണ്ടെന്നും പറയും, കൂണെന്നും പറയും. എല്ലാ വർഷവും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ വർഷവും നമുക്ക് ഈ ഗ്രാമഴയുടെ ഇടി വെട്ടുന്ന സമയത്ത് കിട്ടുന്ന കൂണാണ്. എല്ലാ വർഷവും നമുക്ക് കുറേയേറെ കിട്ടിയതാണ്, അതിൻ്റെ ബാക്കിയുള്ളതായിട്ട്. അപ്പോൾ അത് നമുക്കൊരു കൂട്ടാൻ വെച്ച് കാണിക്കാം. അത് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഈ കൂണ് ഞാൻ ശകലം വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, ഇച്ചിരി ഉപ്പും മഞ്ഞളും. ആദ്യമേ നമ്മൾ ഇച്ചിരി മഞ്ഞളിട്ട് വെക്കും വെള്ളത്തിൽ. കാര്യം എന്തെങ്കിലും വിഷം വല്ലതും ഉണ്ടാകുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ അതിൻ്റെ എല്ലാം പുറത്തെ തൊലികളെല്ലാം കളഞ്ഞേച്ച് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും. നല്ലപോലെ മഞ്ഞളിട്ട് വെക്കും. അതിനുശേഷം പിഴിഞ്ഞെടുത്താലും വെള്ളം മയങ്ങും. ആ വെള്ളം ഒന്ന് പറ്റിച്ച് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കത് ചെയ്യുന്നതായിട്ട് കാണിക്കാം. കറി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. കടുക് പൊട്ടുന്നു. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ശകലമേ ഉള്ളൂ. അതുകൊണ്ട് കൂണത്രേ ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളിയൊന്നും ഒരുപാട് ചേർക്കണ്ട ആവശ്യമില്ല. കൂണത്രേ നമുക്ക് കിട്ടിയല്ലോ. അതൊന്ന് നോക്കുമ്പോൾ നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ചില കുറച്ചുള്ള സാധനം അത് മതി. അല്ലെങ്കിൽ കൂണത്രയുണ്ട്. അതുകൊണ്ട് വഴറ്റാൻ പറ്റും. ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണേ. മുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി, ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്ന കൂണ ഇങ്ങോട്ടിടുക. ശകലം വെള്ളമേ അതിനകത്തുണ്ടായിരുന്നു, അതുകൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആ വെന്തതിനകത്തില്ല. ഇനി ഇതിന് പറ്റട്ടെ. അപ്പം നമ്മുടെ കൂണ് കറി വേവിച്ചതാണ്, ശകലം വേവുണ്ടായിരുന്നു, വെന്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടികളെല്ലാം കൂടെ ഒന്ന് ചേരട്ടെ. എന്നിട്ട് കാണിക്കാം. ഇട്ടിട്ടുണ്ട്. പിന്നെ റെഡിയായി കൂണ്. നമുക്ക് പ്രകൃതി തരുന്ന വിഭവമായത്. എല്ലാം പ്രകൃതി തരുന്ന, എന്നാലും നമ്മൾ ഒന്നും മുടക്കാതെ നമുക്ക് പ്രകൃതി തരുന്നതാണ്. ചോറിനും ചുമ്മാ തിന്നാനും എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. കിട്ടുന്നവരെ ഇതൊന്ന് വെച്ച് നോക്കണം. ഓക്കേ.